പയറും കായും സ്വീറ്റ് കോണും ചേർന്നിട്ടുള്ള സ്പെഷ്യൽ ഉപ്പേരിയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നൽപ്പം വ്യത്യസ്തമായ ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണക്കപ്പയർ ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് ഞാനത് പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കായ ചേർക്കും. ഒരു കായ 4 നുറുക്കിയത്, അത് കറ പോകാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ച് അത് കഴുകി എടുത്തിട്ടുള്ള കായാണ്. ഞാനിതിൻ്റെ തോല് ഇതിനകത്ത് ചേർക്കുന്നില്ല. താല്പര്യമുണ്ടെങ്കിൽ തോല് ചേർക്കുന്നത് കുഴപ്പമില്ല. ചെറിയൊരു കയ്പ്പ് ഈ തോലിലുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ്. ഇവിടെ തോല് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തോല് ചേർക്കാതെ. നിങ്ങൾക്ക് തോല് ചേർക്കാൻ ഇഷ്ടമാണ്, തോല് നിങ്ങൾ കഴിക്കുമെന്നുണ്ടെങ്കിൽ തോല് ചേർക്കാമല്ലോ. കായ ചേർത്തു. അതിലേക്ക് അല്പം സ്വീറ്റ് കോൺ കൂടി ചേർക്കും. ഏകദേശം 100-150 ഗ്രാം പയർ, ഒരു കായ, ഒരു 60 ഗ്രാമോളം സ്വീറ്റ് കോൺ, ഇത്രയുമാണ് ചേർത്തിട്ടുള്ള. 1 സ്പൂണ് ഉപ്പും. ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളം. ഇത്രയും ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. പയർ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് പെട്ടെന്ന് കുക്കായി. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി വേവിക്കുന്നു. പ്രഷർ കുക്കറിൽ ഒറ്റ വിസിൽ മതി കേട്ടോ. ഒരേ ഒരു വിസിൽ മതി. ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ മതി. അപ്പോഴേക്കും കായും അതുപോലെ തന്നെ ഈ സ്വീറ്റ് കോണും പാകം. ഞാൻ പ്രഷർ വരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടികൾ ആരംഭിക്കണം. പയറും കായും അതുപോലെ തന്നെ സ്വീറ്റ് കോണൊക്കെ പ്രഷർ ചെയ്ത് മാറ്റി വെച്ചു. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിൽ 3 സ്പൂണ് എണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 സ്പൂണ് കടുക്, കടുകൊന്ന് പൊട്ടി വരണം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് പെരിഞ്ജീരകം, അതൊന്ന് ആയി വരുമ്പോൾ അതിലേക്ക് ഒരു 3-4 മുളക്, ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു എത്തള വേപ്പില, ഇത്രയും സാധനങ്ങൾ ഇടുക. എന്നിട്ട് ഒന്ന് ഇളക്കുക. അധികം നേരം ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-15 ചെറിയ ഉള്ളി ചതച്ചത് അതിനകത്തേക്ക് ചേരും. ചെറിയ ഉള്ളി എത്ര കൂടുന്നു അത്രത്തോളം സ്വാദാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു എണ്ണം വെക്കേണ്ടതില്ല. ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഉപ്പ്. 1 സ്പൂൺ ഉപ്പ് നമ്മൾ പയറും കായും വേവിക്കുന്ന പ്രഷർ കുക്ക് ചെയ്യുന്നതിലേക്ക് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു 1/2 സ്പൂണോളം ഉപ്പിട്ടാൽ മതി കേട്ടോ. ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് ആയി കിട്ടാനായിട്ടാണ്. എന്നാൽ ഉള്ളി മറ്റേ കളറ് മാറി വരുമെന്ന് വേണ്ട. ചെറിയ ഉള്ളിയാണ്, അത് കളറ് മാറി വരുമെന്ന് വേണ്ട. ഒന്ന്
വെന്ത് കിട്ടിയാൽ മതി. ഒരു സ്മെല്ല് വരും നന്നായിട്ട്. ആ സ്മെല്ല് വരുന്ന വരെ ഇത് ഇളക്കേണ്ടത് കൂടാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. ഉള്ളി അതിന് ഒരുവിധമായി കഴിഞ്ഞാൽ അതിലേക്ക് 1.5 സ്പൂണോളം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഓൾറെഡി പയറിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തേക്ക് ഇനി വേറെ മഞ്ഞൾപ്പൊടി നമ്മുടെ ആവശ്യമില്ല. മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള പയറ്, കായ, അതുപോലെ തന്നെ കോൺ, സ്വീറ്റ് കോൺ എന്നീ സാധനങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ തോതിൽ അതിൽ വെള്ളം ഉണ്ടാവും. കാരണം നമ്മൾ നേരത്തെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളത്തോടുകൂടി തന്നെ ഒഴിച്ച് ആ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം. നന്നായി ഇളക്കി ആ ഉള്ളിയൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ആവണം. അതിനുള്ള രീതിയിൽ ഒന്ന് ഇളക്കുക. ഉള്ളിയും മുളകും വേപ്പിലയൊക്കെ നന്നായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത്, വലിയ ക്യൂബായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. തക്കാളി ഓപ്ഷനാണ്. തക്കാളി വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്വാദും ഭംഗിയുമാണ്. അപ്പം അതുകൊണ്ടാണ് തക്കാളി ഇടുന്നത്. നിർബന്ധമുള്ള ഒരു കാര്യമല്ല തക്കാളി. തക്കാളി ഇട്ട് ഒന്നിളക്കുക. അതിനുശേഷം ഒരു 2 പച്ചമുളക് നഴുകി കീറിയതുകൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കാം, പാകമാണ്. ഉപ്പമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി, കുരുമുളക് പൊടി വീട്ടിൽ പൊടിച്ച് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മേടിച്ച് ഉപയോഗിക്കുന്നതിന് വലിയ ഫ്ലേവറും സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് വേണ്ടത്ര ടേസ്റ്റോ മണമോ ഒന്നും ഉണ്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ കുരുമുളക് മേടിച്ച് പൊടിക്കുന്നതാണ് നല്ലത് കേട്ടോ. അതുപോലെ ഗരം മസാലയും വീട്ടിൽ ഗരം മസാലയുടെ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ചൂടാക്കി വറുത്ത് പൊടിക്കുന്നതാണ് നല്ലത്. ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ. ഇനി ആ വെള്ളം ഒന്ന് വറ്റണം. വെള്ളം ഒന്ന് വറ്റി വരാനായിട്ട് അടച്ചു വയ്ക്കാം. തീ ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ.